ഇറാനിൽ യുദ്ധം നടക്കുമ്പോൾ കേരളത്തിൽ ഇന്ധനവില കൂടുന്നു. ഇതിന്റെ കാരണമറിയാത്ത ആരുമുണ്ടാകില്ല. ഇന്ത്യ സ്വന്തമായി എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകില്ല. ലോകത്തെവിടെയെങ്കിലും ഒരു സംഘർഷമുണ്ടായാൽ അതിന്റെ ആഘാതം നേരിട്ട് നമ്മുടെ പെട്രോൾ പമ്പുകളിലെത്തുന്ന ഈ വലിയ ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഒരു വമ്പൻ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. അതെ, 84,084 കോടി രൂപ. പദ്ധതിയുടെ പേര് സമുദ്രമന്ഥൻ പദ്ധതി. മറഞ്ഞുകിടക്കുന്ന എണ്ണയും പ്രകൃതിവാതകവും കണ്ടെത്താൻ ഇന്ത്യ നടത്തുന്ന ഏറ്റവും വലിയ തന്ത്രപ്രധാന ദൗത്യം. എന്താണ് ഈ പദ്ധതി? ഇത് ഇന്ത്യയെ എണ്ണയിൽ സ്വയം പര്യാപ്തമാക്കുമോ? വിശദമായി പരിശോധിക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബലഹീനത. നമ്മൾ ഓരോ തവണ ബൈക്കിലോ കാറിലോ പെട്രോൾ അടിക്കുമ്പോഴും അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ അടിക്കുന്ന ഓരോ ലിറ്റർ ഇന്ധനത്തിന് പിന്നിലും മറ്റൊരു രാജ്യത്തിന്റെ കറുത്ത പൊന്നുണ്ട്. കാരണം ഇന്ന് ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 90% വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മധ്യപൂർവേഷ്യയിൽ ഒരു ചെറിയ അസ്ഥിരത ഉണ്ടായാലും ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ പാതകൾ തടസ്സപ്പെട്ടാലും അതിന്റെ പ്രത്യാഘാതം നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ പോക്കറ്റുകളെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഊർജ്ജ ഉപഭോക്താവായ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബലഹീനതയും ഈ ഇറക്കുമതി ആശ്രിതത്വം തന്നെയാണ്. സമുദ്രമന്ഥൻ പദ്ധതി എന്താണ്? ദേവാസുരന്മാർ അമൃതനായി പാലാഴി മഥനം നടത്തിയ കഥ നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യം അത്തരത്തിലൊരു പാലാഴി മഥനം നടത്താൻ പോവുകയാണ്. അത് അമൃതിന് വേണ്ടിയല്ല, നമ്മുടെ നാളത്തെ ഊർജ്ജ സുരക്ഷയ്ക്കായി നമ്മുടെ സമുദ്രത്തെ മതിക്കുകയാണ്. അതാണ് സമുദ്രമന്ഥൻ പദ്ധതി. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ ഈ പദ്ധതി ഒരു വെറും പര്യവേഷണമല്ല. 2030-31 വരെയുള്ള ആദ്യഘട്ടത്തിൽ 84,084 കോടി രൂപയാണ് ഇതിനായി വിനിയോഗിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്കുള്ളിൽ എണ്ണയും പ്രകൃതിവാതകവും കണ്ടെത്താൻ വമ്പൻ സീസ്മിക് സർവേകളും ആഴക്കടലിലും അതിതീവ്ര ആഴക്കടലിലും പരീക്ഷണ കിണറുകളും നിർമ്മിക്കും. കടലിനടിയിൽ എണ്ണ എങ്ങനെ കണ്ടെത്തും? ഇതിനായി ഉപയോഗിക്കുന്ന ശാസ്ത്രീയ രീതിയാണ് സീസ്മിക് സർവേ. പ്രത്യേക ഗവേഷണ കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിലേക്ക് ശക്തമായ ശബ്ദ തരംഗങ്ങൾ കടത്തിവിടും. വിവിധ പാറകളിൽ തട്ടി പ്രതിഫലിച്ച് തിരിച്ചെത്തുന്ന ഈ ശബ്ദ തരംഗങ്ങളെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും സഹായത്തോടെ വിശകലനം ചെയ്ത് കടലിനടിയിലെ 3D മാപ്പ് തയ്യാറാക്കും. ഈ മാപ്പുകളിൽ എണ്ണപ്പാടങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ പിന്നീട് കിലോമീറ്ററുകൾ ആഴത്തിൽ എക്സ്പ്ലോറേറ്ററി ഡ്രില്ലിംഗ് നടത്തും. ആൻഡമാൻ എന്ന തന്ത്രപ്രധാനമായ കേന്ദ്രവും ചൈനീസ് ഭീഷണിയും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യക്ക് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല. സൈനികമായി മാത്രമല്ല, ഊർജ്ജപരമായും ഇത് ഭാവിയിൽ അതീവ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ആൻഡമാൻ ദ്വീപുകൾ ഇന്ത്യയുടെ ശക്തമായ കാവൽക്കോട്ടയാണ്. ഈ ആൻഡമാൻ തടത്തിലാണ് ഓയിൽ ഇന്ത്യ അടുത്തിടെ നടത്തിയ പരീക്ഷണങ്ങളിൽ വൻതോതിൽ പ്രകൃതിവാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ചൈനയുടെ കണ്ണുവെട്ടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈ ഭാഗത്ത് ശക്തമായ പര്യവേഷണം നടത്താൻ കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ മുൻഗണനകളെ കൂടുതൽ ശക്തിപ്പെടുത്തും. യഥാർത്ഥ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എന്നാൽ ഇത്രയും വലിയ തുക നീക്കിവെച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് എണ്ണ ഉടൻ ലഭിക്കാത്തത്? കാരണം ആഴക്കടലിലെ പര്യവേഷണം അതീവ സങ്കീർണമാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിക്കുന്ന പല കിണറുകളും പരാജയപ്പെടാനാണ് സാധ്യത. ഭൂമിശാസ്ത്രപരമായ പരിശോധനകൾ, അനുമതികൾ, സമുദ്രത്തിലെ കഠിനമായ പ്രതികൂല കാലാവസ്ഥകളെ അതിജീവിക്കുന്ന ഭീമൻ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിക്കൽ എന്നിവയ്ക്ക് വർഷങ്ങളുടെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ സമുദ്രമന്ഥൻ പദ്ധതി നാളെ മുതൽ നമ്മുടെ എണ്ണ ഇറക്കുമതി പെട്ടെന്ന് അവസാനിപ്പിക്കില്ല. ഇത് ഒരു ദീർഘകാല സുരക്ഷാ തന്ത്രമാണ്. ഇന്ത്യക്ക് എന്ത് നേട്ടം? ഈ പദ്ധതിയിലൂടെ ഏതാണ്ട് 600 മില്യൺ മെട്രിക് ടൺ ഓയിൽ ഇക്വിവലന്റ് ഇന്ധനശേഖരം കണ്ടെത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഭാവിയിൽ പ്രതിവർഷം 10 മുതൽ 15 മില്യൺ ടൺ വരെ അധിക എണ്ണയും വാതകവും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ മൊത്തം ഇറക്കുമതി ആശ്രിതത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. സമ്പാദ്യമായി ലഭിക്കുന്ന ആയിരക്കണക്കിന് കോടി രൂപ രാജ്യത്തെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാനും ഈ സർക്കാരിന് വഴിയൊരുക്കും. ഭാവിയുടെ എനർജി ബാങ്ക്. ഇന്ന് ഇന്ത്യ ലോകമെമ്പാടും നടന്ന് എണ്ണ വാങ്ങുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അടുത്ത 20 വർഷത്തിനുള്ളിൽ സ്വന്തം സമുദ്രം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഊർജ്ജ ബാങ്കായി മാറുമോ? ആഗോള പ്രതിസന്ധികളിൽ നിന്നും സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിച്ചു നിർത്താൻ സ്വന്തമായി വികസിപ്പിക്കുന്ന ഈ ഊർജ്ജ സ്രോതസ്സുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ നിധിയെ കണ്ടെത്താൻ ഇന്ത്യക്ക് പൂർണ്ണമായും സാധിക്കുമോ എന്നത് തന്നെയാണ് ഈ ലോകം ഉറ്റുനോക്കുന്നത്. ജിയോ പൊളിറ്റിക്സ്, ഡിഫൻസ് വിശകലനങ്ങൾക്കായി എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.